ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമയുടെ അടുത്തോട്ട് വിഷുക്കോടിയുമായി ഇന്ദ്രൻ വീഴുന്നു. പക്ഷേ അത് അനുപമക്കാണെന്ന് പറയാതെ ആ ടേബിളിൽ വെച്ച് പോകുന്നു കേട്ടോ. ഇതേ സമയം അനുപമ ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ ഇന്ദ്രന്റെ മുഖത്ത് ചെറിയൊരു വെളിച്ചൊക്കെ ആയി കേട്ടോ. അങ്ങനെ തന്റെ മകന് വിഷുക്കോടിയൊക്കെ കൊടുത്ത് ഇത് അനന്തമാഷിന്റെ കയ്യിൽ കൊടുക്കണം, നിന്റെ മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അനുപമക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദാസനോട് പറയുന്നുണ്ട്, നിങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ മകനെ കണ്ണു നിറച്ച് കാണാൻ പറ്റി എന്നും പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് തന്നെ പിറകിൽ നിന്ന് അനുഭവം വിളിക്കുന്നത്. ഇത് നിങ്ങൾ മകന് വേണ്ടി വെച്ചതാണോ? അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ പറയാൻ, അല്ല അനുവിന് എന്ന് പറയുമ്പോൾ, എന്റെ വിഷുക്കോടി എന്റെ അച്ഛൻ എനിക്ക് തരും, എനിക്കുള്ള വിഷുക്കോടി നിങ്ങൾ തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഇന്ദ്രന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ആ സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇന്ദ്രനെ അവിടുന്ന് അപമാനിക്കുകയാണ്. എല്ലാവർക്കും മുന്നിൽ അപമാനിതനായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ താൻ അനുഭവിച്ച വേദനയിൽ നിന്ന് ശരിക്കും അനുഭവം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അനന്തമാഷിനെയാണ് കാണിക്കുന്നത്. അനന്തമാഷ് തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ചീരു വന്നിരിക്കുന്നു. ചീരു തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ മടിയിൽ വെച്ച്, മക്കളെ, ഈ അമ്മയെ കാണാത്തത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ഈ അമ്മയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ഇനി നിങ്ങൾ അച്ഛൻ്റെ വീട്ടിലോട്ട് വരണോ? അത് നിങ്ങൾ എവിടെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ. ആ, എൻ്റെ മോള് വന്നോ എന്നൊക്കെ മാഷ് പറയുമ്പോൾ ഉടൻ തന്നെ, അച്ഛാ, ഈ അവിടുത്തെ അമ്മക്ക് ഈ മക്കളെ അങ്ങോട്ടേക്ക് വിഷു കഴിഞ്ഞ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? അത് കേൾക്കുന്ന മാഷ് പറയണേ, നീ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്തോ. ഇത് നിന്റെ മക്കളാണ്. നിന്റെ മക്കൾ നിനക്കരികിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. മക്കളെ, എന്താ വേണ്ടത്? ഈ അമ്മ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണോ? അത് കേട്ട ഉടൻ തന്നെ അവിടെ സരോജിനി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സരോജിനി പറയണേ, മക്കൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ മക്കള് പറയും ഇവിടെ നിന്നാൽ മതി, ഒരിക്കലും അങ്ങോട്ടേക്ക് വരണമെന്ന് പറയില്ല എന്ന് പറയണേട്ടോ. എന്താണ് ചുരുമോളിങ്ങ് കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർക്കും കുറുക്ക് കൊടുക്കണം കേട്ടോ. ഇതേസമയം മാഷ് പറയുന്നുണ്ട്, എന്തായാലും മക്കൾക്ക് കുറുക്ക് കൊടുക്കുകയെന്നും പറഞ്ഞ് മാഷ് ചെരുവിനെ പറഞ്ഞയക്കാണ്. പിന്നീടാണെങ്കിൽ അമ്പിളിയാണ് കാണിക്കുന്നത്. കിച്ചണിൽ ദയുണ്ട്. ദയ പറയണേ, ദയോട് ചോദിക്കാണ് അമ്പിളി, എങ്ങനെയുണ്ട് വിഷുവിന്റെ കച്ചവടമൊക്കെ? പൊടിപിടിച്ചോ? ആ, പൊടിപിടിച്ചു, അടിപൊളി തന്നെയായിരുന്നു. ഇത്തവണ വിഷുവിനെ ശബരേട്ടന്റെ കയ്യിൽ നിന്ന് 10,000 എനിക്കും അനിതേച്ചിക്കും തന്നു എന്ന് പറയട്ടോ. ആ, നിന്റെയൊക്കെ ഒരു ഭാഗ്യം. അത് കേട്ടോടെ തന്നെ, എന്താ അമ്പിളി ചേച്ചി അങ്ങനെ പറയുന്നത്? അല്ല, അടുക്കളയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ. ഇത് ഞങ്ങള് അവിടെ ചെന്ന് കയറിയതിന്റെ ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് ബോണസായി തന്നിരിക്കുകയാണ്. 1 മാസം ഒന്നും ആയിട്ടില്ല അവിടെ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ശബരേട്ടൻ തന്നിരിക്കണു. ആ, നിനക്ക് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അടുക്കളക്കാരിക്ക് അതുണ്ടാവില്ല, അതൊരിക്കലും വരില്ല എന്ന് പറയട്ടോ. എനിക്ക് ഇതുപോലെ ആഗ്രഹമുണ്ട് രഘുവേട്ടന് ഒരു കമ്പനി ഇട്ട് രഘുവേട്ടൻ്റെ കമ്പനിയിൽ അങ്ങ് ജോലി ചെയ്ത് കുഞ്ഞിനെ വല്ല ഡേ കെയറിലും ആക്കിയിട്ട് എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേൾക്കുന്ന ദയക്ക് പിടിക്കുന്നില്ല. അപ്പം അച്ഛൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? അത് കേട്ടോടെ തന്നെ, എൻ്റെ മാത്രം അച്ഛനല്ലല്ലോ, ഇത്രയും കാലം ഞങ്ങളൊക്കെ ഞാൻ നോക്കിയില്ലേ, ഇനി നിങ്ങളൊക്കെ ഒന്ന് നോക്ക്. അച്ഛൻ്റെ കാര്യങ്ങൾ മാറി മാറി നിന്ന് തീരുമാനം എടുക്കാന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് ദയ പറയാണ്, അതെങ്ങനെ ചേച്ചി ഇത്രയും കാലം ചേച്ചി നോക്കിയെന്ന് പറയുന്നത്? ചേച്ചി മാത്രമല്ലല്ലോ, ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്, അടുക്കളക്കാരുടെ സ്ഥാനം ഉണ്ടാവുള്ളൂ. എന്നാൽ ജോലിക്ക് പോകുന്നവർക്ക് അതിൻ്റെതായ സ്ഥാനവും നിലയും വിലയൊക്കെ കിട്ടും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കേണ്ടെന്ന് കരുതിയിട്ടല്ലേ നീ ഇപ്പൊ തൽക്കാലം അവിടെ നിന്നും നിന്റെ ഭർത്താവിന്റെ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുന്നത്? അത് കേൾക്കുന്ന ദയ പറയണ, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയണ കേട്ടോ. അപ്പൊ ഈ സമയം സംസാരം അതിരി കിടക്കുന്നെന്ന് മനസ്സിലാക്കി ദയ പറയണ, കുഞ്ഞ് അവിടെയുണ്ട്, ഉണ്ണിക്കുണ്ടൻ്റെ അടുത്തോട്ട് പോട്ടെ, ലച്ചുവിൻ്റെയും വിച്ചുവിൻ്റെയും അടുത്തുണ്ട്, ഞാൻ അവരെന്ത് ചെയ്യുന്നെന്ന് നോക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയെ ഒരിക്കലും ഞങ്ങൾ ആരും ഇവിടുത്തെ കുടുംബിനിയാക്കിയിട്ടില്ല. ചേച്ചി തന്നെയാണ് അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച് പറഞ്ഞയച്ചിട്ട് ചേച്ചി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്താണ് തെറ്റ്, ഞങ്ങളുടെ ആരെടുത്തും തെറ്റില്ല. ചേച്ചി ഈ കുടുംബം ഏറ്റെടുത്തു. അന്ന് രഘുവേട്ടൻ മഹാമോശമായിരുന്നു, എന്നാൽ ഇന്നത്തെ രഘുവേട്ടൻ അടിപൊളിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അന്നത്തെ രഘുവേട്ടന് ഒത്തിരി പൈസ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്, അതൊക്കെ ചേച്ചി മറന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവിടെ വീണ്ടും അമ്പിളിയുടെ മനസ്സിലൊരു വിള്ളലൊക്കെ വന്നു കേട്ടോ. എന്തായാലും ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ രഘുവേട്ടനെ ആലോചിക്കുമ്പോൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും അഭിമാനമുള്ള രഘുവേട്ടനായിട്ടാണ് മാറുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്.
പിന്നീട് ശബരിയെയും വിനയനെയും രഘുവിനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ രഘു ചോദിക്കുന്നുണ്ട്, എന്താ ശബരി നീ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അതെ, ഒഴിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട കാര്യമാണ്. ഒരു പ്രശ്നമുണ്ടല്ലോ, വേറൊരു പ്രശ്നം പുറത്തു വന്നിരിക്കുന്ന. അത് കേൾക്കുന്ന രഘു എന്തെന്ന് ചോദിക്കണം. അങ്ങനെ മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോണ്. ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ രഘു ഇതെങ്ങനെ എപ്പോ എന്ന് ഇങ്ങനെ വിനയനും ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേ സമയം വിനയൻ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടോട്ട് മഞ്ചാടി ഇറങ്ങി വരുന്നത്. മഞ്ചാടിയെ കാണുന്ന രഘുവിനും വിനയനൊക്കെ മൊത്തത്തിൽ ദേഷ്യം കയറുന്നുണ്ട്. അങ്ങനെ മഞ്ചാടി മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ അനുപമയും ദാസു കേട്ടോ. അങ്ങനെ മഞ്ചാടി എന്താണ് നിനക്ക് സുഖമില്ലേ എന്ന് വിനയൻ ചോദിക്കുമ്പോൾ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. അങ്ങനെ രഘുവും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാസിനെ അകത്തോട്ട് വിളിക്കാണ്. അങ്ങനെ മാഷും വരുന്നുണ്ട്. പിന്നീട് മാഷും മഞ്ചാടി അകത്തോട്ട് കയറി പോവാണ്. അങ്ങനെ ദാസ് ചോദിക്കാണ്, എന്തായി, പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഇന്ന് അടിപൊളിയാക്കണം, ഇവിടെ ഒരു വെടിക്കെട്ട് തന്നെ നടത്തണം എന്നൊക്കെ പറയണം കേട്ടോ. ഇതേ സമയം അതൊന്നല്ല ഇപ്പോൾ അങ്ങളെ പ്രശ്നം, ഇപ്പോൾ വേറൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ ദാസിനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണ്. ദാസ് ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കണം കേട്ടോ. പിന്നീട് കുഞ്ഞമ്മയാണ് കാണിക്കുന്നത്. കുഞ്ഞമ്മ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹർഷ കയറി വരികയാണ്. എന്തായാലും നാളത്തെ സന്ധ്യ പൊടി പൊടിക്കും എന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞമ്മയുടെ കട്ടിങ് കാണുമ്പോൾ അത് കേട്ട കുഞ്ഞമ്മ പറയാണ്, അങ്ങനെയൊന്നുമില്ല, വിഷു നന്നായി ആഘോഷിക്കണം, അത് എൻ്റെയും കൂടി ആഗ്രഹമാണ്, കുറേ കാലം ആയിട്ട് എനിക്കും അതില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കതല്ല സങ്കടം. നമ്മുടെ വിഷുവൊക്കെ അടിപൊളിയാവും, പക്ഷേ മറ്റുള്ളവരുടെ വിഷു അതില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ആരുടെ കാര്യം നീ പറയുന്നത്? സുശീലാൻ്റിയുടെ കാര്യം. സുശീലക്ക് എന്ത് പറ്റി? സുശീലയുടെ വീട് നിറച്ച ആണല്ലോ, ആളൊക്കെ ഉണ്ട്. അപ്പൊ പ്രതിഭയും സത്യനൊക്കെ എവിടെ പോയി? അവരവരുടെ വീട്ടിലോട്ട് പോകണ്ടേ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിഷുവല്ല, അവരങ്ങോട്ടേക്ക് പോകും. അതിനെന്താ, സോനയും ഷാമും ഉണ്ടല്ലോ. സോനയും ഷാമും അവരുടെ അമ്മായിയച്ഛൻ്റെ അടുത്തോട്ട് പോകും അത്രേ, അതായത് ഷാമിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട്. പിന്നെ വിഷുവിന് ഈ പറയുന്ന സുശീലയും ഇന്ദ്രനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അതിന് ഇന്ദ്രൻ്റെ ഭാര്യയെ വിഷുവിന് അവിടെ നിർത്തണമെന്നും അതുപോലെ ഇന്ദ്രൻ്റെ കൂടെ ഭാര്യ ജീവിക്കണമെന്ന് സുശീലക്കില്ലല്ലോ. സുശീലാൻ്റിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അവളും ഉണ്ടല്ലോ, അനുപമയും. എന്തോ ആയിക്കോട്ടെ, എന്തായാലും അവർക്ക് വിഷുവില്ല, സദ്യയില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു. എൻ്റെ കുഞ്ഞമ്മേ, നിങ്ങളൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ. കുഞ്ഞമ്മ എനിക്കൊപ്പം നിൽക്കുമോ? അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കായിരുന്നു, രവിയേട്ടനോടൊന്ന് അത് അവതരിപ്പിക്കാൻ. അത് പറയുമ്പോഴാട്ടെ രവി കയറി വരുന്നു. പക്ഷെ കുഞ്ഞമ്മക്ക് അത്ര പിടിക്കില്ല. അപ്പൊ രവി ഇതാ സാധനങ്ങളെല്ലാം ഉണ്ട് ഹർഷേ, നാളേക്കുള്ളതെല്ലാം ഉണ്ട്. എൻ്റെ കുഞ്ഞമ്മ, നിങ്ങൾക്കും വിഷുക്കോടി എടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പം തരില്ല, നാളെ തരാം എന്നൊക്കെ പറയുമ്പോൾ അപ്പം എനിക്കും വിഷു ഉണ്ട് അല്ലേ? പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിഷുമില്ലാതെ എന്തായാലും നാളത്തെ സദ്യക്ക് ഇടുവാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞമ്മയുടെ കട്ടിങ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞമ്മ ആ സാധനങ്ങൾ അകത്തോട്ട് വെക്കാൻ പോകുമ്പോൾ ഹർഷ പറയണേ, രഘുട്ടൻ നമ്മുടെ വിഷുവൊക്കെ അടിപൊളി തന്നെ, സദ്യയും അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ചിലവർക്ക് വിഷുവില്ലെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അത് സുശീലാൻ്റിയുടെ കാര്യം. സുശീലാൻ്റിക്ക് ഇന്ദ്രനും വിഷുവില്ല, അതെന്താ വിഷയമില്ലാത്ത? അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അവരെ ഇങ്ങോട്ടേക്ക് സദ്യ കഴിക്കാൻ വിളിച്ചേക്ക് കാര്യങ്ങൾ തീർന്നില്ലേ? അപ്പോൾ ഒരു വീട്ടിന് കുഴപ്പമില്ലേ? ഇല്ല കുഴപ്പമില്ല, നീ വിളിച്ചോ എന്ന് പറയുമ്പോൾ ഹർഷയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. പാർവതി കുഞ്ഞമ്മയും അതുപോലെ മുത്തശ്ശിയും പഞ്ചരത്നത്തിൽ വന്നിറങ്ങുന്ന ആ സീനാണ്. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് എല്ലാവർക്കും. അപ്പോഴേക്കും അനന്തമാഷും മറ്റുള്ള മക്കളെല്ലാവരും ഉണ്ട്, ദയ മാത്രം അവിടെ ഇല്ലട്ടോ. അപ്പോൾ ദയ വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഞ്ഞമ്മേ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാം. അപ്പം അമ്പിളി ചോദിക്കുന്നു, എപ്പോഴെത്തി? രാത്രി വരാൻ പറ്റിയില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ പാർവതി കുഞ്ഞമ്മ പറയണേ, രഘുവിനെ മാത്രം അറിയാം, ബാക്കി ആരെയും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് പറയാം, എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം, ഇതെൻ്റെ സഹോദരനായ ദാസാണ്, ഈ ബാക്കിയുള്ളത് ചീരുവിൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്നത്. അപ്പോഴേക്കും വിനയന്റെ സ്വഭാവം പുറത്തെടുക്കുകയാണ് കേട്ടോ. താൻ വലിയ എളിമയുള്ളവനാണെന്ന് അറിയിക്കാൻ വേണ്ടി വിനയൻ കാൽക്കലൊക്കെ വീഴണിട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ചീരുവും വിനയനും നല്ല ചേർച്ചയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ശബരിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ദയയുടെ ഭർത്താവാണെന്ന് പറയണത്. അപ്പൊ ദയ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയുന്നുണ്ട്, ദയേച്ച് കുളിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഇതിലിപ്പോ ഒരാളുടെ ഭർത്താവ് മാത്രം ഇല്ലല്ലോ എന്നിങ്ങനെ പാർവതി കുഞ്ഞമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആരുടെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അനുപമയുടെ ഭർത്താവ് എവിടെ എന്ന് കുഞ്ഞമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷ് എന്ത് പറയുന്നറിയാതെ എല്ലാ
എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണം. ഇനി മാഷിന്റെ വായിൽ നിന്നും വീഴുന്നത് എന്തെന്ന് അറിയാൻ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് മാഷ് പറയണേ, അത് അവനും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, സാധനം മേടിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറയുന്നു കേട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്താളിപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി എവിടെ തന്നെ നിർത്താണോ, നിങ്ങൾ അകത്തോട്ട് കൊണ്ടുപോകാൻ നോക്കി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയെ എല്ലാവരെയും അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലും ഹേമന്തും പിന്നെ വേറൊരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഫ്രണ്ട് പറയാണ്, എനിക്കിപ്പോ നാളെ വിഷു ഒന്നുമില്ല, കാരണം എനിക്ക് ഭാര്യയില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, പിന്നെ എന്ത് വിഷു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹേമന്ത് ആണെങ്കിലോ, അമ്മയ്ക്ക് വിഷു ഉണ്ടെങ്കിലും ഞാൻ എന്നും വിഷുവിന് കുടിച്ചാണ് ചെല്ലാറ്, കാരണം ഞങ്ങളുടെ ഇടയിലുള്ള സങ്കടം അത്രയാണ് എന്ന് ഹേമന്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഗോകുല് പറയാണ്, ഞങ്ങൾക്ക് വിഷു ഉണ്ട്, നിങ്ങൾ ഈ പറയുന്ന സങ്കടങ്ങളും ഞങ്ങൾക്കില്ല, അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സഹോദരിയെ താലി കെട്ടിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷു ഇല്ലാതായി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അതിനെന്താ രാഹുലിനെ പോലെ പയ്യനെ വേണ്ടെന്ന് വെച്ചാൽ പോരെ, അവനെ വേണ്ടെന്ന് വെക്കാം, പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്ന ആ സുശീലയാണ്, ആ സുശീലാന്റിയെ കൊണ്ടാണ് വലിയ പൊറുതിമുട്ടൽ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.